നമസ്കാരം. LJD വിട്ട് RJD ആയിട്ട് MP ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ രക്ഷയില്ലാതായി. മുന്നണിയിൽ നിന്ന് നിരന്തരം അവഗണനയും അപമാനവും ഏറ്റുവാങ്ങാനാണ് കേരളത്തിലെ RJDയുടെ തലവിധി. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്നതുപോലെയുള്ള ഒരു തിക്താനുഭവത്തിലാണ് ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി. കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിന് വേണ്ടി ആവുന്നത്ര പ്രവർത്തിച്ചിട്ടും അവഗണിച്ചതാണ് വീണ്ടും പരാതി പറയാൻ RJDയെ നിർബന്ധിതമാക്കിയത്. വോട്ടെടുപ്പിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ മറ്റെല്ലാ പാർട്ടികളെ അഭിനന്ദിച്ചപ്പോഴും RJDയുടെ പേര് പോലും പരാമർശിക്കാത്തതാണ് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയുടെ വേദന. ഇടത് സ്ഥാനാർത്ഥി എളമരം കരീം പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ ഘടക പാർട്ടികളുടെയും പേരെടുത്ത് പറഞ്ഞെങ്കിലും RJDയുടെ പേര് മാത്രം മിണ്ടിയതേയില്ല. സംഗതി മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കിയ RJD നേതാക്കൾ എളമരം കരീമിൻ്റെ പ്രസംഗത്തിന് കൈയടിച്ചില്ല. RJD നേതാക്കൾ കൈയടിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ എളമരം കരീം നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കും എന്ന് യോഗത്തിൽ പറഞ്ഞു. ഇതോടെ ആകെ അപമാനഭാരത്തിലാണ് RJD നേതാക്കൾ സ്ഥലം വിട്ടത്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് MP ശ്രേയാംസ് കുമാറിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള മാതൃഭൂമി ദിനപത്രം പൂട്ടിക്കുമെന്നുകൂടി എളമരം കരീം യോഗത്തിൽ പറഞ്ഞതായി RJD ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിന് സ്ഥിരീകരണമില്ല. യോഗത്തിൽ പങ്കെടുത്തു വന്നവർ പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പുകളിൽ വിഷയം അവതരിപ്പിച്ചതോടെ RJDക്കുള്ളിൽ അമർഷം പുകയുകയാണ്. മുന്നണിയുടെ അവലോകന യോഗത്തിൽ അപമാനിക്കപ്പെട്ട വിവരം ജില്ലാ നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം ചർച്ച ചെയ്ത് നിലപാടെടുക്കാൻ പ്രവർത്തകരിൽ നിന്നും നേതൃത്വത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അവഗണന നേരിട്ടത് എന്നാണ് പ്രവർത്തകരും നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിക്ക് സ്വാധീനമുള്ള മുന്നണി യോഗത്തിൽ RJDയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച് സംസാരിച്ചതും നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. കോഴിക്കോട് മാത്രം മറിച്ചൊരു സമീപനം ഉണ്ടായതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന ആശങ്കയിലാണ് RJD. അവലോകന യോഗത്തിൽ വെച്ചുണ്ടായ ഈ അപമാനം RJD സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ സൈബർ വാട്സാപ്പ് ഗ്രൂപ്പായ RJD സഖാക്കളിൽ വന്ന കുറിപ്പ് ഇതാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിൽ മുന്നണി പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. മാതൃഭൂമി പത്രത്തെ പൂട്ടിക്കും എന്നും പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം യോഗത്തിൽ പങ്കെടുത്തവർ കൈയടിച്ചു. യോഗത്തിൽ കൈയടിക്കാത്ത RJD നേതാക്കളോട് ഞാൻ നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കുമെന്ന് യോഗത്തിൽ കരീം പറഞ്ഞതായിട്ടാണ് വിവരം. പാർട്ടിയെ ഇടതുമുന്നണി നേതൃത്വം നിരന്തരം അവഗണിക്കുന്നു എന്ന പരാതി RJDക്ക് നേരത്തെ തന്നെയുണ്ട്. നിയമസഭാ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകിയെങ്കിലും RJDക്ക് മാത്രം നൽകിയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല. കൽപ്പറ്റയിൽ മത്സരിച്ച സംസ്ഥാന പ്രസിഡന്റ് MP ശ്രേയാംസ് കുമാർ പരാജയപ്പെടുകയും ചെയ്തു. ശ്രേയാംസിൻ്റെ പരാജയത്തിൽ CPMന് പങ്കുണ്ടെന്ന സംശയവും RJD നേതാക്കൾക്കുണ്ട്. പാർട്ടി പ്രവർത്തകരിൽ നിന്നോ നേതാക്കളിൽ നിന്നോ ഉണ്ടായ പ്രശ്നത്തിൻ്റെ പേരിലല്ല പാർട്ടിയെ അവഗണിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത്. മാതൃഭൂമി ദിനപത്രവും ചാനലും ഇടത് സ്ഥാനാർത്ഥിക്കെതിരായി വാർത്തകളും അവലോകനങ്ങളും നൽകിയതാണ് എളമരം കരീമിനെ പ്രകോപിപ്പിച്ചത്. ഇതാണ് വോട്ടെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ RJDയെ ബോധപൂർവം അവഗണിക്കാനുള്ള കാരണം.